നീ ഇതുവരെ വീഴാതെ ഒന്നിരിക്കാൻ പോലും പഠിച്ചില്ലേ തനു? ഹരിയുടെ ചോദ്യം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാശിയുടെ മാത്രം കണ്ണുകൾ നീലുവിൻ്റെ നേരെയായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായത് അവൻ മാത്രം തിരിച്ചറിഞ്ഞു. തനുവിൻ്റെ പെട്ടെന്നുണ്ടായ മാറ്റത്തിൻ്റെ കാരണം നീലുവാണെന്ന് കാശിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അവനത് തനുവിൻ്റെ ഏട്ടന്മാരോട് പങ്കുവച്ചു. എന്തായാലും അവൾ എവിടെ വരെ പോകുമെന്ന് നോക്കാൻ അവർ നിശ്ചയിച്ചു. ഇതിപ്പോൾ നീലുവിൻ്റെ മാത്രം കുറ്റമല്ല, നമുക്കെല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഇത്രയും കാലം രാജകുമാരിയെ പോലെ കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം മുതൽ മാറ്റി നിർത്തിയാൽ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നോട് അവൾക്കുണ്ടായിരുന്ന ഇഷ്ടമൊക്കെ അന്നേ അവസാനിച്ചു. ഇപ്പോൾ അവളെ നിങ്ങളെ രണ്ടാളും പിന്നെ തനുവും അവഗണിക്കുന്നു. പിന്നെ ഞങ്ങൾ വന്നതോടെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലും തനുവിലുമായി. ഇതൊക്കെയാണ് അവളെ അസ്വസ്ഥയാക്കുന്നത്. വെൽഡൺ മിസ്റ്റർ കൈലാസ്നാഥ് IPS. നന്നായി മനസ്സിലാക്കിയല്ലോ എന്നെ, മനസ്സിൽ പറഞ്ഞ് പല്ലിഞ്ഞിരിച്ചുകൊണ്ട് ഇതെല്ലാം വാതിലിൻ്റെ മറവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. നീലു തിരിച്ചുപോയി. അതിപ്പോൾ സത്യം അറിയുമ്പോൾ അവൾ ഞങ്ങളെ വിട്ടുപോകാതെ ഇരിക്കാനാണ് എല്ലാവരും അവളെ കൂടുതൽ പരിഗണിച്ചത്. സ്വഭാവം ഇതാണെന്ന് നമ്മൾ അന്നറിഞ്ഞില്ലല്ലോ, തരുൺ പറഞ്ഞു. തനി അവനെ പിന്താങ്ങി. അതേ, അറിഞ്ഞോ അറിയാതെയോ അവൾ കാരണമാണ് തനുവിന് ഇപ്പോഴത്തെ അവസ്ഥ വന്നത്. അവളോട് അതെല്ലാം മറന്ന് പെരുമാറാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്താണ് അളിയന്മാർ തമ്മിൽ രഹസ്യ സംഭാഷണം? അവിടേക്ക് വന്ന ഹരിയും ശിവനും അവരോടൊപ്പം ഇരുന്നു. എന്തു മറുപടി പറയണം എന്നറിയാതെ തനയും തരുണും കാശിയെ നോക്കി. അവരെന്തെങ്കിലും കേട്ടോ എന്ന ചിന്തയും അവരെ അസ്വസ്ഥരാക്കി. ഒന്നുമില്ല അമ്മാവ, ഞങ്ങൾ തനുവിൻ്റെയും നീലുവിൻ്റെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീലുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം പോലെ തോന്നി. കാശി പെട്ടെന്ന് പറഞ്ഞു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, ഇവർ രണ്ടുപേരും അവളെ അവഗണിക്കുന്നതിൻ്റെ വിഷമം മാത്രമേ അവൾക്കുള്ളൂ, ഹരി പറഞ്ഞു. ശിവൻ അത് ശരിവെച്ചു. അതെ, അവൾക്കൊരു തെറ്റുപറ്റി. ഏട്ടന്മാരായ നിങ്ങൾ വേണ്ടി അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കാൻ. അല്ലാതെ മിണ്ടാതെ നടന്നത് കൊണ്ട് എന്താ ഫലം? ആരും ഒന്നും മിണ്ടയില്ല. ആ ചർച്ച പിന്നെ വഴി തിരിഞ്ഞുപോയി. മറുവശത്തെ അമ്മമാർ രണ്ടുപേരും തനുവിനെ ഉപദേശങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. നിനക്ക് അവിടെ സുഖമല്ലേ മോളെ? ഒരമ്മയുടെ ആദ്യം മുഴുവൻ സുമിത്രയുടെ ചോദ്യത്തിൽ പ്രകടമായിരുന്നു. അതെ അമ്മേ, നമ്മുടെ വീടല്ലേ. എനിക്ക് പുതിയൊരു സ്ഥലത്ത് ചെന്നതായി ഒന്നും തോന്നുന്നില്ല. സുമിത്രയും ഗീതയും ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. നിങ്ങൾ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ മോളെ. ഇപ്പോഴത്തെ പോലെ ആകില്ല എപ്പോഴും. പലതും കാണും അവിടെ. ചിലതെല്ലാം കണ്ണടക്കേണ്ടി വരും. മാലതിയെയും കൃഷ്ണയും ഒക്കെ സ്വന്തമായി, കൃഷ്ണയും കാവ്യയും ഒക്കെ സ്വന്തമായി കാണണം നീ. അവർ എന്തെങ്കിലും ചെയ്താലും ഒന്ന് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം. ഭൂമിയോളം ക്ഷമ വേണം സ്ത്രീക്ക് എന്നാ പറയാറ്. ഈ ഉപദേശം ഒക്കെ പെൺകുട്ടികൾക്ക് മാത്രമുള്ളോ അതോ ആണുങ്ങൾക്കും ഉണ്ടോ? അവിടേക്ക് വന്ന് നീല ചോദിച്ചു. അമ്മമാരും തനുവും ഒരുപോലെ അവളെ നോക്കി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. സ്വന്തം വീട്ടുകാർ പറയും വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണെന്ന്. അവർ വന്ന് കയറിയവൾ ആണെന്ന്. പെണ്ണുങ്ങൾക്ക് സ്വന്തമായ ഇടം ഇല്ല അല്ലേ അമ്മേ? അവൾ ഗീതയുടെ അടുത്തിരുന്നു. അവൾ അവളുടെ തലയിൽ തലോടി. കുടുംബം നന്നായി പോകാൻ സ്ത്രീകൾ കുറച്ചധികം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും മോളെ. നീ ഒരു കുടുംബമായി ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാക്കും. എന്തു തന്നെ ആയാലും എൻ്റെ അഭിമാനം വിട്ടൊരു കളിക്കും ഞാൻ നിൽക്കില്ല, നീ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ നീലുവിനെ കുറിച്ചായിരുന്നു തനുവിൻ്റെ ചിന്ത. ജനിച്ച നാൾ മുതൽ കൂടെ ഉണ്ടായിട്ടും തനിക്ക് അവളെ ഒട്ടും മനസ്സിലാകുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. അവളുടെ ചിന്തകൾ നീലുവിനെ ചുറ്റിപ്പറ്റിയാണെന്ന് കാശിക്കും മനസ്സിലായി. അവൻ ചോദ്യങ്ങൾ കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വഴിക്ക് വിട്ടു. തൊട്ടടുത്ത മുറിയിൽ തനുവിൽ നിന്ന് വീട്ടുകാരെ എങ്ങനെ അകറ്റും എന്നാലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു നീലു. എന്തു ചെയ്തിട്ടായാലും വീട്ടിലെ തൻ്റെ സ്ഥാനം കാത്തു സൂക്ഷിക്കാൻ അവൾ നിശ്ചയിച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവൾ അടുക്കളയിലേക്ക് കയറി. തനെത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നീ നേരത്താണ് എഴുന്നേറ്റ് വരുന്നത് തനു. പണ്ടത്തെ പോലെയല്ല, നീയൊരു ഭാര്യയാണെന്ന് മറക്കരുത്, നീലു നിഷ്കളമായ ഉപദേശ സ്ഥലത്തിൽ പറഞ്ഞു. തനുവിന് സ്വന്തം ചെയ്തികളിൽ കുറ്റബോധം തോന്നി. ഈ നീലു തന്നെയല്ലേ ഇന്നലെ രാത്രി സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോഷവാരം പ്രസംഗിച്ചത് എന്ന അതിശയവും. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും എല്ലാ ആദർശങ്ങളും മറക്കും, അവൾ മനസ്സിലോർത്തു. തനു, സ്ത്രീകൾ സൂര്യൻ ഉണരുമ്പോൾ ഉണരണം എന്നാ പറയുന്നത്. ആണുങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് പണികളെല്ലാം തീർത്തു വെക്കണം. അവൾ ഉണരുമ്പോൾ ചൂലും മറ്റും കണി കാണുന്നത് മോശമല്ലേ? ഗീത പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ അതൊക്കെ കണി കണ്ടാൽ കുഴപ്പമില്ല എന്നേ? നീല ചോദിച്ചു. നിന്നേൽപ്പിൽ കാലുമാരെ അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കി. ചോദിക്കുന്നത് ന്യായമാണെങ്കിലും അവളോട് പറയാൻ മറുപടിയില്ലാത്തത് കൊണ്ട് അമ്മമാർ രണ്ടുപേരും സ്ഥലം കാലിയാക്കി. നീല തനുവിനെ ചൂഴ്ന്നു നോക്കി. അവളുടെ കഴുത്തിലെയും കൈകളിലെയും ചുണ്ടിലെയും എല്ലാം മുറിപ്പാടുകൾ അവൾ കണ്ടു. കാശിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അതിലെന്തോ അസ്വാഭാവികത അവൾ കണ്ടെത്തി. തനുവിനാണെങ്കിൽ നീലുവിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മതി എന്നായി. എത്ര മുടി വെച്ചാലും ഭൂതകാലം തന്നെ വേട്ടയാടും എന്നവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു.
രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് തനുവും കാശിയും തിരിച്ചു. അടുത്ത ചില ബന്ധുക്കളുടെ വീട്ടിലും തനുവിൻ്റെ ഡോക്ടറുടെ വീട്ടിലും പോയിട്ടാണ് അവർ കാശിയുടെ വീട്ടിലേക്ക് മടങ്ങിയത്. വൈകിട്ട് തനു മുറിയിലെത്തുമ്പോൾ കാശി ഒരു ബാഗിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കുകയാണ്. കാശിയേട്ടൻ ഇത് എങ്ങോട്ടാ? ഞാൻ മാത്രമല്ല, നീയുമുണ്ട്. നമ്മൾ നാളെ വൈകുന്നേരം ടൗണിലെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് മാറുന്നു. മൺഡേ മുതൽ നിനക്ക് ക്ലാസ്സിൽ പോകേണ്ടതല്ലേ? തനു ഞെട്ടി അവനെ നോക്കി. ഞാനിനി പഠിക്കാൻ പോകുന്നില്ല കാശിയേട്ടാ. കാശി ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് തനുവിൻ്റെ മുന്നിലേക്ക് വന്നു. പോകാതെ പിന്നെ നീ എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ കാശിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നോളാം. എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ ധൈര്യമില്ല. എത്ര നാൾ നീ ഒളിച്ചോടും തനുവിന് മറുപടി ഉണ്ടായില്ല. കാശി തുടർന്നു. എൻ്റെ എന്തു കാര്യങ്ങളാണ് നീ നോക്കാൻ പോകുന്നത്? അതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ അവൾക്കായില്ല. പറയ് തനു, ഈ ഒരാഴ്ച നീ കാണിച്ചത് കൊണ്ടിരുന്ന പ്രഹസനം എനിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ പോകും എന്ന് നോക്കാനാണ്. നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? രാവിലെ ചായ കൊണ്ടുവന്ന് തരുന്നു, ഗ്ലാസ് വാങ്ങിക്കൊണ്ടു പോകുന്നു, പാത്രം എടുത്തു തരുന്നു, ഭക്ഷണം വിളമ്പി തരുന്നു, തുണി അലക്കി മടക്കി അയൺ ചെയ്യുന്നു, ഇടയ്ക്കിടെ ജ്യൂസും വെള്ളവും എടുത്തു തരുന്നു, കഴിച്ചു കഴിഞ്ഞു കൈ തുടക്കാൻ ടവലും കൊണ്ടുവരുന്നു, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് തരാൻ വരുന്നു. ഇതൊക്കെ എനിക്ക് പരസഹായം കൂടാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഉത്തമ ഭാര്യ ഇങ്ങനെയൊക്കെയാണെന്ന് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വെച്ചു എന്ന് കരുതി അങ്ങനെ തന്നെ വേണം എന്നില്ല. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? തനു തലയാട്ടി. ഇനി എനിക്ക് ഇതൊക്കെ ചെയ്തു തരാൻ ഒരാളുടെ ആവശ്യം വന്നാലും മെഡിക്കൽ എൻട്രൻസിന് 605 റാങ്ക് വാങ്ങിയ തനിമ പ്രസാദിൻ്റെ ആവശ്യം അവിടെയില്ല. അതിന് താനിപ്പോൾ തനിമ പ്രസാദല്ലല്ലോ, തനിമ കൈലാസ്നാഥല്ലേ? തനു പെട്ടെന്ന് ചോദിച്ചു. കാശി ചിരിച്ചു. നീ എന്താ വിചാരിക്കുന്നത് തനു? കല്യാണം എന്ന ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണോ? കാശിയേട്ടൻ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചു എന്നെ ഉത്തരം മുട്ടിക്കല്ലേ. ഞാൻ എന്തായാലും ഫ്ലാറ്റിലേക്കില്ല. അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴേക്കും വേറെ വീട്ടിലേക്ക് മാറിയ നാട്ടുകാർ എന്തു പറയും? നീ വരും തനു. പക്ഷേ എന്തോ ഒന്ന് അവനോട് അടുപ്പത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഒരു പക്ഷേ താൻ ചീത്തയായെന്ന കുറ്റബോധമായിരിക്കാം. അവളുടെ മുഖം കണ്ട് അവന് വിഷമം തോന്നി. എന്നോട് ക്ഷമിക്കൂ തനു. ഇവിടെ നിന്നാൽ നീ എന്നും ഒരു സേഫ് സോണിലായിരിക്കും. എന്നോട് അടുക്കാനോ കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങാനോ നീ ശ്രമിക്കില്ല. അതിന് നമ്മൾ മാത്രം ഉള്ളൊരു ലോകമാണ് നല്ലത്. മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാശി ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അത്തായ സമയത്ത് കാശി തന്നെ വിഷയം അവതരിപ്പിച്ചു. അത് നന്നായി കാശി. ഇവിടുന്ന് പോയി വരാൻ തനുവിന് ബുദ്ധിമുട്ടാകും. ഫ്ലാറ്റിലാണെങ്കിൽ സൗകര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പരസ്പരം ഒരടുപ്പമൊക്കെ ഉണ്ടാകാനും അവിടെയാണ് നല്ലത്. കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മാലതി അയാളെ പിന്താങ്ങി. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അമ്മേ, കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പോലും ആയില്ലല്ലോ. കുറെ കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. തനൊരു ശ്രമം എന്നോണം പറഞ്ഞു. പക്ഷെ ഫലമുണ്ടായില്ല. അത് സാരമില്ല തനു. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. കുട്ടിക്ക് പഠിക്കാനൊക്കെ ഒരുപാടുള്ളതല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. അവൾ പിന്നെ തർക്കിക്കാൻ മെനക്കെട്ടില്ല. അന്നു രാത്രി തന്നെ മാലതി അവർക്ക് കൊണ്ടുപോകാൻ അച്ചാറും ചമ്മന്തിപ്പൊടിയും മറ്റും തയ്യാറാക്കി വെച്ചു. തനുവും കാവ്യയും സഹായിച്ചു. ഏട്ടത്തി പോകേണ്ടായിരുന്നു അല്ലേ അമ്മേ? കാവ്യ ചോദിച്ചു. തനു പ്രതീക്ഷയോടെ മാലതിയെ നോക്കി. അവളുടെ നോട്ടം അവഗണിച്ചു. അവർ മകളെ ശകാരിച്ചു. നീ ഒന്നും മിണ്ടാതെ ഇരിക്കുക കാവ്യ. അല്ലെങ്കിൽ തന്നെ തനു പാതി മനസ്സിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും കെട്ടുകഴിഞ്ഞ ആഴ്ചയും തികയും മുന്നേ പെണ്ണിനെയും കൊണ്ട് ചക്കന്മാരെ താമസിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നാട്ടുകാർ ഇനി എന്തൊക്കെ പറയുമോ എന്തോ. ഇതൊക്കെ വന്നു കയറുന്ന പെണ്ണുങ്ങളല്ലേ നോക്കേണ്ടത്.